ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ബലഹീനരായ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇത് ശുശ്രൂഷ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത് എല്ലാവിധമായിട്ടുള്ള സജ്ജീകരണങ്ങളെയും സംവിധാനങ്ങളെയും അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരക്താൽ മുദ്രയിട്ട് ഒരു കേടുപാട് നാശനഷ്ടം വരെ സമ്പൂർണ്ണമായി കർത്താവെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ചില മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിച്ച കൃപയിൽ നിന്നുകൊണ്ട് കർത്താവ് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു അവിടെ അങ്ങേ കണ്ടെത്തുവാനും അവിടുത്തെ വചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയുമായി ഈ എളിയ ശുശ്രൂഷ നീ മുഖാന്തരമാക്കി അവർക്ക് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടെ മടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയെ പന്തക്കൊണ്ടും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയാണമേ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മെഗാ ക്വിസ് പ്രോഗ്രാമിൻ്റെ 4ാമത്തെ സ്റ്റേജായ ഹെർമോൺ സ്റ്റേജിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെയുള്ള സ്റ്റേജുകളിൽ നിന്നും ചില വ്യത്യാസങ്ങളൊക്കെയും ഈ സ്റ്റേജിലുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് പഴയതുപോലെ തന്നെയാണ്. ആളാം പ്രതി ഓരോ ചോദ്യത്തിന് 5 മാർക്ക് വീതം. അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ഉപചോദ്യങ്ങളും കാണും. പക്ഷെ അതെല്ലാം ഒരു ചോദ്യത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. ശരിയായ ഉത്തരത്തിന് +5, തെറ്റായ ഉത്തരത്തിന് -1. മറുപടി ഇല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല. ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിലും ആളാം പ്രതി ഓരോ ചോദ്യമാണ്. 3 ചോദ്യങ്ങൾ. റിൻസി ജോണിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. അതേ മൂല്യം +5, -1, നോ മാർക്സ്. ഓക്കെ. 3ാമത്തെ റൗണ്ട് ആരംഭിക്കുന്നത് പാസ്റ്റർ ബിനു അലക്സിൽ നിന്നാണ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ക്രിസ്ത്യൻ ഹിസ്റ്ററിയും ബൈബിൾ ഹിസ്റ്ററിയും എല്ലാം ആസ്പദമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. 3 ചോദ്യങ്ങൾ, ആളാം പ്രതി ചോദ്യം. ബൈബിൾ ബമ്പർ റൗണ്ടിൽ അല്പം വ്യത്യാസമുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ നാം അതിന് 2 ചോദ്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഒരു ചോദ്യത്തിന് 2ഉം മറ്റേതിന് 3 മാർക്കും വീതമാണ്. ആദ്യത്തെ 2 റൗണ്ടിൽ അങ്ങനെയാണ് പോയത്. എന്നാൽ 3ാമത്തെ റൗണ്ടിൽ 2 ചോദ്യത്തിനും 5-5 മാർക്ക് വെച്ച് നാം ഉയർത്തി. എന്നാൽ 3ാമത്തെ സ്റ്റേജിൽ വന്ന ചില സഹോദരങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഇപ്രാവശ്യം അത് 5 ചോദ്യങ്ങളായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബൈബിൾ ബമ്പർ ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ 5 ചോദ്യങ്ങൾ. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. പൊതു ചോദ്യങ്ങൾ അതിനുവേണ്ടി. ബസർ റൗണ്ടാണ്. 5 ക്വസ്റ്റ്യൻസ്, റൈറ്റ്, 15 മാർക്സ്. പിന്നെ പുതിയതായിട്ട് നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റൗണ്ടാണ് വോയിസ് ഓഫ് ടൈംസ്, കാലഘട്ടത്തിൻ്റെ ശബ്ദം. ഇത് പ്രസംഗ മത്സരമാണ്. മൊത്ത സമയം 7 മിനിറ്റാണ്. 6 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലമർത്തും. അത് കഴിഞ്ഞ ശേഷം 1 മിനിറ്റ് നിങ്ങൾക്ക് പ്രസംഗിക്കാം. 6 മിനിറ്റ് മുമ്പ് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. മിനിമം പ്രസംഗിക്കേണ്ടത് 6 മിനിറ്റാണ്. മാക്സിമം 7 മിനിറ്റ്. 7 മിനിറ്റ് കഴിഞ്ഞാലും അതും പീനലൈസ് ചെയ്യും. റൈറ്റ്. വിഷയം ആസ്പദമായിക്കൊണ്ട് പ്രസംഗിക്കാം. ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാം. ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ വോയിസ് ഓഫ് ടൈംസ് റൗണ്ട്. ഈ 5 റൗണ്ട്സിലും ഒരു വിജയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവസാനമായി ഞാൻ ബൈബിൾ ബോംബ് ഉപയോഗിക്കാൻ നിർബന്ധിതനാവും. സോ അവിടെ നിന്ന് മിസ്റ്റർ ലൂയുടെ അനുവാദത്തോടുകൂടി ബൈബിൾ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിന്നറിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. ദാറ്റ്സ് എ ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബൈബിൾ ബോംബാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ മത്സരത്തിൻ്റെ ഘടന. നിങ്ങളെ തന്നെ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പേര് ജീന. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു.
CSI സഭയിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. യെസ് പാസ്റ്റർ പ്ലീസ്. എൻ്റെ പേര് ബിനു അലക്സ്. ഞാൻ തിരുവല്ല സ്വദേശിയാണ്. ജീസസ് ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ JCC എന്ന സഭയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് എന്നെക്കുറിച്ചുള്ളത്. എൻ്റെ പേര് റിൻസി അർജുൻ. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നു. ഞാൻ ദേവദാസിൻ്റെ ഭാര്യയാണ്. AG-യിൽ ആണ് മീറ്റിങ്ങിൽ പോകുന്നത്. വെരി ഗുഡ്. നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസിനെ പരിചയപ്പെടാം. മിസ്സസ് രാജീവ് വർസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ സ്റ്റേജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ പത്നിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ സോഷ്യൽ ബലിന എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. എങ്കിലും ഇന്നത്തെ നമ്മുടെ ഔപചാരിക അനുസരിച്ച് ഈ പ്രത്യേകമായ എപ്പിസോഡിലേക്ക് മിസ്സസ് രാജയെ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള മിസ്സസ് എലിസബത്ത് ഫിലിപ്പോസാണ്. എൻ്റെ ബ്രദർ ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ വൈഫാണ്. ഈ സോഷ്യൽ ദീർഘകാലമായിട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത മിസ്സസ് എലിസബത്ത് ഫിലിപ്പോസ്. മിസ്സസ് എലിസബത്ത് ഫിലിപ്പോസിനെയും ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രേക്ഷകരായ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ നാമം ഉയർത്തുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും ലോകത്തോടെ വിളംബരം ചെയ്യുവാനും ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So the first round, Old Testament round. Are you ready? Yes. It goes to Gina RG. Question മുഴുവൻ കേൾക്കണം, എന്നിട്ട് മറുപടി പറയാൻ ആരംഭിക്കണം. റൈറ്റ്? റെഡി? യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. നീ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആരോട് പറഞ്ഞു? പാസ്. യെസ് പാസ്റ്റർ ബിനു അലക്സ്. യഹോവ ഇസ്രായേലിനോട് പറഞ്ഞു. -1 മാർക്ക് ഫോർ പാസ്റ്റർ ബിനു അലക്സ്. യെസ് റിൻസി ആർ ജോൺ. ഒരിക്കൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ പറയുകയുള്ളൂ. ഒരു ക്വിസിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ പിടിച്ചെടുക്കുക, അതിവേഗത്തിൽ അതിന് മറുപടി നൽകുക. അതാണൊരു ക്വിസിൻ്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് റിൻസിയോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിലും ദയവേത് എന്നെ നിർബന്ധിക്കരുത്. ശമൂവേൽ ശലോമോനോടാണ് പറഞ്ഞത്. -1 മാർക്ക് ഫോർ റിൻസി ജോൺ. സോ ആറിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ദാവീദ് ശലോമോനോട് പറഞ്ഞ കാര്യമാണ്. ശലോമോനെ രാജാവാക്കിയ ശേഷം അവന് നൽകുന്ന ഉപദേശമാണിത് കേട്ടോ. ശമൂവേലിന് അവിടെ സ്ഥാനമില്ല. ശമൂവേൽ മരിച്ചുപോയി. ഓൾറൈറ്റ്. വെൽ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു ബിനു അലക്സ്. പാസ്റ്റർ ശലൈ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ വിജയിക്കും. ആരോട് എപ്പോൾ പറഞ്ഞു? Pass. Yes, Mrs. Rinsey R. John. Pass. Yes, Gina. Pass. യഹോശാഫാത്ത് അമോന്യരും മോവാബ്യരും സേയീർ പർവ്വതക്കാരും ഒരുമിച്ച് തന്നെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. Am I right, Pastor? Yes. റൈറ്റ്. മൂന്നാമത്തെ വളരെ എളുപ്പമായ ചോദ്യമാണ്. എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ആരോട് എപ്പോൾ പറഞ്ഞു? ഹന്ന എൽക്കാനയോട് പറഞ്ഞു. എന്ന്? പെനിയേൽ. പിന്നെ ഓരോന്നോരോന്ന് കേൾക്കട്ടെ. ഹന്ന, എൽക്കാന, പെനിയേൽ, കുനിയേൽ. ഹന്നയോട് പ്രതിയോഗി പറഞ്ഞു. എന്നിട്ട് പ്രതിയോഗി ഹന്നയോട് പറഞ്ഞു. I am getting confused. Come on, anybody else? Wait, not your chance. It's here, please.
റൗണ്ട്. യെസ് മിസ് ജീന. പെനീന ഹന്നയെ മക്കളില്ല എന്ന് പറഞ്ഞ് പെനിയില അന്നയുടെ മക്കളില്ലാതെ പുതിയ പുതിയ പേരുകളൊക്കെയാണല്ലോ കേൾക്കുന്നത്. റോങ് ആൻസർ. യെസ് ബിനു അലക്സ് പാസ്റ്റർ. റാഹേൽ യാക്കോബിനോട് പറഞ്ഞു. റാഹേൽ യാക്കോബിനോട് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? താൻ മച്ചിയായെന്ന് മക്കളെ പ്രസവിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞു. അല്ല, തെറ്റിപ്പോയി. ലേയ മക്കളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ. ലേയ മക്കളെ തെറ്റിപ്പോയി. പ്രസവം ലേയ എല്ലാം ഉൾപ്പെടുന്നു. പക്ഷേ അവിടെ ഒരു ബഹുവചനം വന്നു, ഏകവചനമാണ് വരേണ്ടത്, അതിൻ്റെ ഒരു വാക്ക്. സോ മാർക്സിൻ്റെ ആ ഘടന വരുമ്പോൾ ഞാൻ പറയാം. ആദ്യത്തെ -1 മാർക്ക്, 4 മൈനസ് മാർക്ക് കാരണം പെനിയേലെന്നും കിനിയേലെന്നും ചൊനിയേലെന്നൊക്കെ പറഞ്ഞ് എന്നെ ആകെ എൻ്റെ ആ നോളജ് പോലും കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞു. ഓൾ റൈറ്റ്, അതൊക്കെയെന്ന് പറഞ്ഞാൽ അന്നയുടെ കാര്യമാണ്. അതും പറഞ്ഞ ഉത്തരച്ചില്ല. പെനിന്നായാണ്, പെനിയേലല്ല. ഹന്നയെ ദുഃഖിപ്പിച്ചാരാ? പെനിന്ന. ഓൾ റൈറ്റ്. സോ -1 മാർക്ക് ഉള്ളി. പിന്നെ ജീന -1. കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ മത്സരത്തിന്? എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞേ? നോ മൈൻഡ്സ്. കഴിഞ്ഞ പ്രാവശ്യം വന്നോണ്ട് -1 മാർക്ക് ഉള്ളി. പിന്നെ പാസ്റ്റർ പറഞ്ഞ 2 കാര്യം കൊണ്ട് എന്നെ 3-ാമത്തെ കാര്യം തെറ്റിക്കാൻ നോക്കി. ആദ്യം എന്നാ പറഞ്ഞത്? റാഹേൽ യാക്കോബിനാണ് പറഞ്ഞത്. എപ്പോൾ പറഞ്ഞു ചോദിച്ചപ്പം ലേയ മക്കളെ പ്രസവിച്ചപ്പോൾ. അല്ല, ലേയ യഹൂദയെ പ്രസവിച്ചപ്പോൾ. ലേയ എത്ര മക്കളെ പ്രസവിച്ചു? ആകെ 6 മക്കളെ ലേയ പ്രസവിച്ചു. ആദ്യം 4, അതിനുശേഷം 2. അവിടെ വീണ്ടും പാസ്റ്റർക്ക് തെറ്റി. ആണോ? രൂപേൻ, സിമിയോൻ, ലേവി, ഇസാക്കാർ, യഹൂദ, അതിനുശേഷം ഇസാക്കാർ, സെബുലൂൻ. എന്നിട്ട് 6 മക്കളെ ലേയ പ്രസവിച്ചു. ദീനെ ആര് പ്രസവിച്ചു? ഓ, ദീന 7 മക്കൾ. പാസ്റ്റർക്ക് അപ്പോൾ പെൺമക്കളെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പാസ്റ്റർക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 ആൺമക്കളാണ്. ചുമ്മാതല്ല. ദാറ്റ്സ് ദ റീസൺ. എല്ലാവരും ആൺപിള്ളേരുടെ കാര്യം ഓർക്കുന്നത്. അതുകൊണ്ട് ജഡ്ജസ് എന്താ പറയുന്നു? എത്ര മൈനസ് കൊടുക്കണം പാസ്റ്റർക്ക്? ഓൾ റൈറ്റ്. സോ യു ഗെറ്റ് 3 മാർക്സ് നൗ. ഓക്കെ, -2 മറ്റേത് പോകേണ്ടത്. ഞാനത് കുറയ്ക്കുന്നില്ല. 3 മാർക്സ് ശരിയാണ്. ഇപ്പോൾ ഒരു നല്ല ചോദ്യമായിരുന്നു അല്ലേ? എത്രയോ പേരുകൾ പഠിക്കാതിരിക്കട്ടെ. പെനിന്ന, കുനിന്ന, അച്ചാമ്മ, കുഞ്ഞമ്മ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രേക്ഷകർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള വലിയൊരു അവസരമാണിത്. അതെല്ലാം ശ്രദ്ധിച്ചോളുക. ഓൾ റൈറ്റ്. നൗ that brings us to the end of this Old Testament round. Old Testament round ഇവിടെ അവസാനിക്കുകയാണ്. Will you please give me the scorecard, Mrs. Elizabeth Philippos? Gina RG -1. Gina RG -1. Binu Alex 2 marks. Pastor Binu Alex 2 marks. Renzi R John -2. Renzi R John -2. Now mind, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. So now we come to the New Testament round. Yes, the question goes to Renzi R John. ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ. നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിക്കാനിരിക്കുകയും ന്യായപ്രമാണത്തിനെതിരായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആരോടെ എപ്പോൾ പറഞ്ഞു? പി ആപ്പ് എന്ന് പറയുന്നത് ആരോട് എപ്പോൾ പറഞ്ഞു? റൈറ്റ്, പറയൂ. പറഞ്ഞോളൂ സാർ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പേരങ്ങോട്ടും ഇങ്ങോട്ട് അക്ഷരങ്ങൾ മാറുന്നുള്ളൂ. ഞാൻ അക്ഷരം നേരിട്ട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് അക്ഷരം പിടിക്കാൻ അറിയാം. പറഞ്ഞോളൂ. യേശുവിനോട് യേശു പറഞ്ഞു. യേശു ആരോട് പറഞ്ഞു? കയ്യഫാവിനോട് പറഞ്ഞു. യേശുവും കയ്യഫാവും ആ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു. ആകെ കുഴങ്ങി, ആകെ വശക്കേടായി. യെസ് പാസ്റ്റർ ബിനു അലക്സ്. -1 സ്ട്രേറ്റ് എഴുതി വെച്ചോ, മറക്കരുത്. -1. ഓക്കെ. യെസ് പാസ്റ്റർ ബിനു അലക്സ്. പൗലോസ് അനന്യാസിനോട് പറഞ്ഞു. അനന്യാസ് ആരായിരുന്നു? മഹാപുരോഹിതനായിരുന്നു. വളരെ ശരിയായ മറുപടിയാണ് പാസ്റ്റർ ബിനു അലക്സ് പറഞ്ഞത്. വളരെ പ്രയാസപ്പെട്ട് ആലോചിച്ച് പറഞ്ഞ മറുപടിയാണ്. സോ യു ഗെറ്റ് 4 മാർക്സ് സ്ട്രേറ്റ്. ഓൾ റൈറ്റ്, ഹാപ്പി? ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ മറവി എനിക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഈ തെറ്റിയാൽ ചിലപ്പോൾ ഞാനതങ്ങ് വിശ്വസിക്കും. അതുകൊണ്ടാണ് പ്രിൻസി മനഃപൂർവ്വം എന്നെ ഇങ്ങനെ പലപ്പോഴും തെറ്റിക്കാൻ നോക്കുന്നു. റൈറ്റ്, ഓക്കെ. ദ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു പാസ്റ്റർ ബിനു അലക്സ്. റൈറ്റ്. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെണ്മയായി പ്രകാശിച്ചു. ആരുടെ വസ്ത്രം, എപ്പോൾ, എവിടെ?
മറുരൂപ മലയിൽ വെച്ച് മോശയും ഏലിയാവും യേശുവിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് തൻ്റെ വസ്ത്രം ഇതുപോലെ പ്രകാശിച്ചത്. എങ്ങനെ പ്രകാശിച്ചു? ഒരു ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വണ്ണം. പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഭൂമിയിലെ എല്ലാക്കാരനും വെളുപ്പിക്കാൻ കഴിയാന്നില്ലെന്ന് പറഞ്ഞാൽ ശരി തന്നെ. ആൻസർ ഈസ് വെരി റൈറ്റ്. 5 marks for Pastor Binu Alex. Right. Now Gina. Right? വളരെ എളുപ്പമായ ചോദ്യമാണ്. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തവണ്ണം ധരിക്കുന്നതിന് വെള്ളയുടുപ്പ് വാങ്ങുക. ആരോട് കൽപ്പിക്കുന്നു? എവിടെ വെച്ച്? നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് വാങ്ങുക. പാസ്സാണ് റിൻസി. വെള്ളയുടുപ്പിൻ്റെ കളർ ഉടുപ്പായാലും കുഴപ്പമില്ല. യോഹന്നാന്റെ ദർശനത്തിൽ വെരി റൈറ്റ്. ആരെക്കുറിച്ച് പറയുന്നു? 7 സഭകൾ ഒരു സഭയോട്. ഏത് സഭയെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം 7 സഭയുണ്ടെന്ന്. ഏതിലൊരു സഭയാന്നുള്ള ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാ? പത്മോസ് ദ്വീപിലായിരിക്കും. അതെ, റിൻസി പറഞ്ഞ 2 ഉത്തരം വളരെ ശരിയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്. രണ്ടാമത്തെ മറുപടി ഏതാണ്ട് ഒരു സഭയോടാണ് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. 7 സഭയുണ്ട്. ഏത് സഭയാതുകൊണ്ട് തിട്ടമില്ല. റൈറ്റ്. അപ്പം അത്രയും നമ്മൾ അടുത്തടുത്ത ആൻസറിന് അടുത്തടുത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ കാര്യം പത്മോസിൽ വെച്ചാണ്. അപ്പോൾ റിൻസിക്ക് ഇത്രയും പറഞ്ഞതിന് 2 മാർക്ക് കൊടുത്തേക്ക്. യെസ് പാസ്റ്റർ ബിനു അലക്സ്. ലവോദിക്ക സഭ. ഓൾറൈറ്റ്, 1 mark for ബിനു അലക്സ്. ലവോദിക്ക സഭയോടാണ് ഇത് പറഞ്ഞത്. ദാറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. സോ ദാറ്റ് ബ്രിങ്സ് us to the end of the New Testament round. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. Will you please give the marks card? ജീന ആർജിനിൽ പാസ്റ്റർ ബിനു അലക്സ് 10, റിൻസി ജോൺ 1. So now the third round, മൂന്നാമത്തെ റൗണ്ടിലേക്ക് നാം പോവുകയാണ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ആദ്യ ചോദ്യം പാസ്റ്റർ ബിനു അലക്സിനോടാണ്. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കട്ടിയുള്ള തലയണ ഉപയോഗിച്ച വ്യക്തിയാർ? യാക്കോബ്. എന്ത് തലയണ അത് ഉപയോഗിച്ചത്? കട്ടിയാന്ന് ഇത്ര പറയാൻ? കല്ല്. കറക്റ്റ്. കല്ലിനെക്കാട്ടി കട്ടിയുള്ള കാര്യമില്ല. അദ്ദേഹം കല്ല് എവിടെയാണ് ഉപയോഗിച്ചത്? എവിടെ വെച്ച്? ബഥേലിൽ വെച്ച്. കറക്റ്റ്. അത് ചോദ്യത്തിനാണെന്ന് മറുപടിയല്ല. ആദ്യത്തെ ഒരു ചോദ്യമുള്ളൂ. ഏറ്റവും കട്ടിയുള്ള തലയണ അത് അവിടെ കിടന്ന കല്ലുകൾ പറഞ്ഞ് ഇവിടെ തലയിൽ വെച്ചു. അദ്ദേഹം കിടന്ന് ഉറങ്ങി. എവിടെ വെച്ച്? ബഥേൽ, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പേര് ലൂസിൽ വെച്ച്. എക്സാക്ട്ലി റൈറ്റ്. You get 5 marks for that, Pastor Binu. Right? Yes. The second question goes to Rinsi. Very easy question. ആദ്യമായി സുറിയാനിൽ നിന്നും മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് ആരാണ്? പാസ്സാണ്. ജീന? പിസിദ്ധ്യ ബൈബിള്. എന്തോ പിസിദ്ധ്യ ബൈബിളാണ്. പിശീത്ത ബൈബിളാണ്. ഞാനതല്ലല്ലോ ചോദിച്ചത്. ചോദിക്കാത്തതിന് മറുപടി പറഞ്ഞതിന് -1 അർഹയാണ്. പക്ഷെ ഞാൻ തരുന്നില്ല. യെസ് പാസ്റ്റർ ബിനു അലക്സ്. റംബാൻ, മെത്രാൻ, പാസ്റ്റർ. അത്രേ അറിയത്തുള്ളൂ. റംബാനും അല്ല, മെത്രാനും അല്ല, റവറൻ മാത്യു ഉപ്പാണിയാണ്. കത്തോലിക്ക പുരോഹിതനാണ്. ആദ്യമായിട്ട് സുറിയാനിൽ നിന്ന് മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തി. ആ ബൈബിളിൻ്റെ പേരാണ് പിശീത്ത ബൈബിൾ. ഓൾറൈറ്റ്. ഒന്നുകൂടെ പറയാം. മാത്യു ഉപ്പാണി. Right? Ready? Now the last question goes to Gina Arji. വളരെ എളുപ്പമായ കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന മലയാളം ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ആരാണ്? മാത്യൂസ് വർഗീസ്. അയ്യോ, രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. എൻ്റെ ജീന, ഞാൻ എൻ്റെ ബൈബിളിലാരും ചോദിക്കുമോ? അത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയായിരുന്നത് അത്? ഇതെല്ലാം മാത്യൂസ് വർഗീസിൻ്റെ ബൈബിളുകളാണ്. ഇതെല്ലാം ഞാനത് എഴുതിയിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു നിയോഗമില്ലായിരുന്നു. ഓക്കെ, മാത്യൂസ് വർഗീസ് എന്ന് പറഞ്ഞുകൊണ്ട് -1 കൊടുത്താൽ മതി. എന്നെ മനഃപൂർവ്വമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നത്. പറഞ്ഞാട്ടെ. നെക്സ്റ്റ് എനിബഡി എൽസ്? ഇനി ഞാൻ അങ്ങനെ ചാൻസ് നഷ്ടപ്പെടുത്തില്ല. പ്ലീസ്. ബെഞ്ചമിൻ ബെയ്ലി സായിപ്പാണ്. -1 മാർക്ക്.
പാവം പിടിച്ച മനുഷ്യനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? യാ ഇനി റെൻസി പറയലുണ്ടോ നിങ്ങളുടെ പറ? അറിയില്ല. പാസ്. പാസ്സാണ്. യെസ്. കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോ എന്ന് പറയുന്ന അച്ഛനാണ് വിശുദ്ധ ഗ്രന്ഥ മലയാള ബൈബിൾ പരിഭാഷയുടെ രചയിതാവ്. ഞാൻ വിശുദ്ധ സത്യവേദ പുസ്തകം പരിഭാഷപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ പോയി കണ്ടു. വയോധികനായ മനുഷ്യനാണ്. കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം വളരെയധികം കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് സമ്മാനമായിട്ട് ഒരു ഒറ്റ രൂപ എടുത്തത്. യു സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. വിശുദ്ധ ഗ്രന്ഥം എന്നാണ് ആ ബൈബിളിൻ്റെ പേര്. അദ്ദേഹം തിരുവല്ലയിലല്ലേ? തിരുവല്ലയിലാണ്. ഇപ്പോൾ അവിടുന്ന് പോയി അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിൽ പോയിട്ടാണ് മരിക്കുന്നത്. തിരുവല്ലയിലായിരുന്നു പതിറ്റാണ്ടുകൾ. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the Christian focus round. Will you give the marks? Gina RG -1. Gina RG -1. Binu Alex 4. Binu Alex 4 marks. Rensi R John nil. Rensi R John nil. So we go to the next round, that is the Bible bumper round. നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയ റൗണ്ടാണ്. ഒറ്റ കാര്യമുള്ളൂ, കൈക്ക് വേഗത ഉണ്ടാകണം. ഞാൻ ചോദിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരമാണ് വേണ്ടത്. റെഡി? കൊർന്നല്യോസ് ആരായിരുന്നു? യെസ് പാസ്റ്റർ. ഇത്താലികയിലെ ശതാധിപനായിരുന്നു. എന്തോ ഇത്താലിയ എന്ന് പാസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്താലിക എന്ന പട്ടണത്തിലെ 100 പേർക്ക് അധിപനായിട്ട്. അവിടെയാണ് തെറ്റിപ്പോയത്. യെസ്. ഇത്താലിക എന്ന പട്ടാളത്തിൻ്റെ ശതാധിപനായിരുന്നു കൊർന്നല്യോസ്. യെസ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ആത്മവിവശനാകുന്നു. അതൊന്നും ചോദിച്ചില്ല. കൊർന്നല്യോസ് ആരാന്നാ ചോദിച്ചത്. പുള്ളിയുടെ വിവശത നമ്മൾ ചോദിക്കുന്നില്ല. റൈറ്റ്? യെസ്. ഇദ്ദേഹത്തിന് വല്ല മറുപടി ഉണ്ടോ? പുള്ളിയെക്കുറിച്ച് അറിയാൻ വയ്യ. സാറേ ഓക്കെ. പാസ്റ്റർ, ഇറ്റാലിയ എന്ന് പറഞ്ഞൊരു പ്രത്യേക മിലിറ്ററി ബാൻഡാണ്. സ്ഥലവും ടൗണൊന്നും അല്ല. പറയാൻ വിട്ടുപോയ കാര്യം, കൈസരിയയിലാണ് സംഭവം നടക്കുന്നത്. സ്ഥലം പറയണം. ശതാധിപൻ ആയിരുന്നു. ശതാധിപനാണെന്ന് പറഞ്ഞാൽ കൈസരിയ എന്ന് പറയണ്ടേ? ഓക്കെ. ആൻസർ ഇങ്ങനെയാണ്. കൈസരിയയിൽ ഇത്താലിക എന്ന സൈനിക വിഭാഗത്തിലെ ശതാധിപനായിരുന്നു. അപ്പോൾ പാസ്റ്ററിൻ്റെ മറുപടിയിൽ മർമ്മപ്രധാനമായ ഒരു വാക്കില്ല. തന്നെ രണ്ടാമത് ഞാൻ ചോദിച്ചപ്പോൾ ഇത്താലിക സ്ഥലമാണെന്ന് പറയുകയും ചെയ്തു. ഇത്രയെല്ലാം കഴിഞ്ഞപ്പോൾ ജീനയ്ക്ക് ലൈറ്റ് കത്തി ഉടൻ മറുപടി ശരിയായിട്ടൊക്കെ പറഞ്ഞു, അല്ലയോ? റൈറ്റ്. അതുകൊണ്ട് പാസ്റ്റർ ബിനു അലക്സിന് 1 മാർക്ക്, ജീനയ്ക്ക് 1 മാർക്ക്. എന്നതാ പറഞ്ഞ ഉത്തരം ഫുള്ളായിട്ട് വേണം പറയാൻ. എൻ്റെ മറുപടി സ്ഥലം എന്താ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. എഗെയിൻ, തബീത മരിച്ചപ്പോൾ അവളുടെ ഭവനത്തിലെത്തിയ പത്രോസിൻ്റെ ചുറ്റും വിധവമാർ കൂടി എന്ത് ചെയ്തു? യെസ് പാസ്റ്റർ ബിനു അലക്സ്. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? യെസ് റിൻസി ജോൺ. അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ തുന്നിയ വസ്ത്രങ്ങൾ കാണിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. യു ലോസ് ദ പോയിന്റ്സ്. ഞാൻ വിചാരിച്ച റിൻസി അവർ ചിരിച്ചുകൊണ്ടിരിക്കുക പറയാൻ പോകുന്നത് അല്ല. കരഞ്ഞതുള്ള പരമാർത്ഥമായ കാര്യമാണ്. ഒരു മരണ വീട്ടിൽ ചെന്നാൽ കരച്ചിൽ കാണും. പക്ഷേ ഇവർ പത്രോസിന് ചുറ്റും നിന്ന് വിധവന്മാരായ അവർ ഈ തബീത അവർ എന്താ പറഞ്ഞത്, അവർ തുന്നിക്കൊടുത്തിരുന്ന കുപ്പായങ്ങളും വസ്ത്രങ്ങളും കാണിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. സോ യു ലോസ് ദ പോയിന്റ് there. So -1 mark for Binu Alex and Rinsi John gets 1 mark. Okay? കരച്ച മൈനസ് എഴുതേണ്ട കാര്യം അതിപ്പോൾ ഇവർക്ക് 3 പേർക്കും പറയാം. ദ പോയിന്റ് ഈസ് തുണിയാണ്. ഓക്കെ. 3ാമത്തെ ചോദ്യം റെഡിയാണോ? ഞാൻ വിവാഹമോചനം വെറുക്കുന്നുവെന്ന ഏത് പ്രവചനത്തിൽ എത്രാം അധ്യായം എത്രാം വാക്യം പുസ്തകം ഏത്? മലാഖി പ്രവചനം. വളരെ ശരിയാണ്. മലാഖി പ്രവചനം 1ാം ഭാഗം ശരിയായി. 3:10.
3:10. അപ്പോൾ എനിക്കത് വെരിഫൈ ചെയ്യണം. വിൽ യു പ്ലീസ് റീഡ് ഇറ്റ്? പ്ലീസ് ഗീവ് മിസ്സസ് രാജി ദ ബുക്ക് സോ ദാറ്റ് ഷീ ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് വെരിഫൈ ഇറ്റ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ എന്താ പറയുന്നു? തെറ്റിപ്പോയി. സാരമില്ല, നമുക്കൊക്കെ തെറ്റ് പറ്റും. പക്ഷെ മാർക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. 2:16 പറയുന്നത്. 2:16. 3:10 ദശാംശത്തെ കുറിച്ചാണ്. നമ്മുടെ ഓർമ്മ അത് എപ്പോഴും അതാ ഓർമ്മ. റൈറ്റ് സോറി. സോ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് മൈനസ് മാർക്ക് തരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് -1. മലാക്കിന്നും സെക്രട്ടറിയാണെന്നും പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലാക്കി -1 മാർക്ക്. റൈറ്റ്. ഇത് ജീനയ്ക്ക് അറിയാത്ത ചോദ്യമാണ്. ബസൺ അമർത്തിയാൽ മാത്രം മതി. ഓൾ റൈറ്റ്. ഈഖോബോദിൻ്റെ വല്യപ്പൻ്റെ പേരെന്താണ്? യെസ്, ഹോഫ്നിയാണ്. -1. ബിഗ് മൈനസ് മാർക്ക് ഫോർ ജീന RG. എനി അതർ ആൻസർ? യെസ്, ഏലി പുരോഹിതൻ. ഞാൻ എന്താ ചോദിച്ചത്? വല്യപ്പൻ. നമ്മൾ ആരുടെ കാര്യമാണ് പറഞ്ഞത്? അപ്പനും വല്യപ്പനും തമ്മിൽ വ്യത്യാസമില്ലേ? ഏലി പുരോഹിതന്റെ മകനായ ഹോഫ്നിയുടെ മകനാണ് ഈഖോബോദ്. പാസ്റ്റർ ബിനു അലക്സ് അപ്പോഴേ ആൻസർ കണ്ടുപിടിച്ചു, മറുപടി തന്നു, 1 മാർക്ക് വാങ്ങിച്ചു. സോ -1 ഫോർ ജീന ആൻഡ് +1 ഫോർ ബിനു അലക്സ്. ഓൾറൈറ്റ്, എഴുതിയോ? -1 ഫോർ ജീന, +1 ഫോർ ബിനു അലക്സ്. റൈറ്റ്. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം ശ്രദ്ധിക്കണ്ടേ? അത് കേൾക്കണം. ചെവി കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാറുണ്ട്. റൈറ്റ്. തെർത്യോസ് ആരായിരുന്നു? അറിയതേ? മറുപടിയില്ല. റോമർക്കുള്ള പൗലോസിൻ്റെ ലേഖനം എഴുതിയ വ്യക്തിയാണ്. പുള്ളി പൗലോസിൻ്റെ സെക്രട്ടറിയാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞത് അദ്ദേഹമാണ് പൗലോസ് പറഞ്ഞു കൊടുത്ത ലേഖനം റോമർക്ക് എഴുതിയത്. തെർത്യോസ്. റോമ ലേഖനം 16-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്. നോ മാർക്സ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. കേട്ടോ? നോ മാർക്സ് ഫോർ ദ 5th ക്വസ്റ്റ്യൻ. There we come to the end of the questions. Bible bumper round in the mark list. Gina RG nil. Gina RG nil. Binu Alex nil. Pastor Binu Alex nil. Rensi R John 1. Rensi R John 1. All right. ഇനി നമ്മുടേതായിട്ടുള്ള പ്രസംഗ മത്സരത്തിൻ്റെതായിട്ടുള്ള സമയമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ 6 മിനിറ്റ് വാർണിംഗ് ടൈം, 7 മിനിറ്റ് ആകുമ്പോൾ ഫുൾ ടൈം. 6 മിനിറ്റെങ്കിലും മിനിമം പ്രസംഗ സമയം ഉണ്ടായിരിക്കണം. 7 മിനിറ്റ് കവിഞ്ഞാലും മാർക്ക് കുറയും. 6 മിനിറ്റും 7 മിനിറ്റ് അകത്ത് നിൽക്കണം. യെസ്, വി കം ടു ദ വോയിസ് ഓഫ് ടൈംസ് റൗണ്ട്. ആദ്യത്തെ മത്സരാർത്ഥി ജീന അർജുൻ. പ്ലീസ് കം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദ പ്രസ്താവന ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു നേതാവ് പുറം രാജ്യത്ത് പോയി വന്ന ശേഷം അവിടെ കണ്ട സഭയുടെ അവസ്ഥയെപ്പറ്റി ഒരഭിപ്രായം പറഞ്ഞു. ഇന്ന് പുറം രാജ്യങ്ങളിലൊക്കെ ദൈവാലയങ്ങൾ ബാറുകളായി മാറ്റപ്പെടുന്നു, അത് മദ്യസേവയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായി നാം കണ്ടു. പക്ഷേ ഇത്രത്തോളം വിവാദമാക്കേണ്ട ഒരു കാര്യമല്ല. കാരണം അതിന്ന് യാഥാർത്ഥ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നേയുള്ളൂ. അത്രത്തോളം നമ്മുടെ ആഗോള ക്രൈസ്തവ സഭ വിശ്വാസികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നൊരു വിപത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൈവം നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവരോട് പറയുക, പങ്കുവയ്ക്കുക, സാക്ഷ്യ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാണിക്കുക എന്നത് വളരെയധികം അത്യാവശ്യമായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നമ്മുടെ ആരാധനയിൽ
സാക്ഷ്യത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റ് മണി ഇൻ ദ ഓർഡർ ഓഫ് ക്രിസ്ത്യൻ വർഷിപ്പ്. എന്തിനാണ് സാക്ഷ്യം? എങ്ങനെയാണ് സാക്ഷ്യം ഒരു ക്രൈസ്തവ ജീവിതത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരുന്നത്? ഒരു വ്യക്തിയുടെ സാക്ഷ്യം വ്യക്തിപരമായും തുടർന്ന് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും വരേണ്ടുന്ന കാര്യമാണ്. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആദ്യമായി ഞാൻ പറയട്ടെ, സാക്ഷ്യം പ്രസ്താവിക്കപ്പെടേണ്ടതാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു നമ്മളെ ഉപദേശിക്കുന്നു, വിളക്കു കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലെത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് ചുറ്റിലുമുള്ള എല്ലാവർക്കും പ്രകാശമാകും. പഴയ നിയമത്തിൽ പ്രവാചകനിലൂടെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. സാക്ഷ്യമാണ് നമ്മുടെ പ്രകാശം. സാക്ഷ്യമാകുന്ന സാക്ഷ്യജീവിതമാകുന്ന നമ്മുടെ പ്രകാശത്തിലൂടെ മറ്റുള്ളവർ കർത്താവിനെ കാണേണ്ടുന്നത് അത്യാവശ്യമാണ്. സുവിശേഷത്തിൽ നമുക്കറിയാം, സുഖാർ പട്ടണത്തിലെ ശമര്യാക്കാരി സ്ത്രീ തനിക്ക് ലഭിച്ച രൂപാന്തരത്തെപ്പറ്റി അവൾ ഓരോരുത്തരോടും പോയി പറയുകയാണ്. മശിഹായെപ്പറ്റി അവൾ അറിയിക്കുകയാണ്. ഒത്തിരി അനുഭവങ്ങളാണ് നമ്മുടെ സുവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും ഘോഷിച്ച് നടക്കുന്നത്. പലരോടും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അമർച്ചയായി ശാസിച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് ലഭിച്ച നന്മകളെ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മൂടി വയ്ക്കുവാനുള്ളതല്ല ദൈവം നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും. നമ്മുടെ ആരാധനകളിൽ ഇത്തരം സാക്ഷ്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്കതൊരു പ്രചോദനമാകുകയും അവർ കൂടുതലായി ദൈവത്തിലോട്ട് അടുക്കുകയും ചെയ്യുന്നു. കുഷ്ഠരോഗിയായ ശമര്യാക്കാരനോട് യേശു പറഞ്ഞു, മിണ്ടാതെ പോവുക, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യുക എന്ന് പറയുമ്പോഴും പോയി എല്ലാവരോടും തനിക്ക് ലഭിച്ച സൗഖ്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. അത് കേട്ട് അനേകർ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സാക്ഷി ജീവിതം, ഒരു വാക്ക് തന്നെ എത്ര പേർക്ക് രൂപാന്തരം കൊടുക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ സാക്ഷ്യ ജീവിതം ഒരു സഭയുടെ ക്രൈസ്തവ വളർച്ചയുടെ അടിസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. രണ്ടാമതായി, പ്രവൃത്തിയിലുള്ള സാക്ഷ്യം. വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതല്ല സാക്ഷ്യം, അത് പ്രവൃത്തിയിൽ കൂടെ നമ്മൾ കാണിക്കുകയും ചെയ്യണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അർത്ഥപ്രാണനായി കിടന്ന വ്യക്തിയെ സഹായിച്ച ശമര്യാക്കാരൻ്റെ കഥ പറഞ്ഞ ശേഷം, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് യേശു പറയുന്നു. നമ്മുടെ ചുറ്റിലുമുള്ള എളിയവരെ കാണുവാനും അപരൻ്റെ വേദന കാണുവാനും അവരെ താങ്ങി നിർത്തുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട് പറയുന്നത് മാത്രമല്ല, സഭയിൽ ആരാധനയിൽ നമ്മുടെ കൂടെയുള്ള എളിയവരെ കരുതുന്നതിലൂടെ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രചോദനമാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ അധമവർഗത്തിലായപ്പെട്ടവരെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ഇന്നിൻ്റെ ക്രൈസ്തവ സഭ ശക്തീകരിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട്, കുറവുകളെ ഉണർത്തുന്ന സാക്ഷ്യം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, എപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നത് നമുക്ക് ലഭിക്കുന്ന നന്മകൾ മാത്രമാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന നന്മകൾ മാത്രം പറയുന്നതല്ല സാക്ഷ്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നാം നോക്കുമ്പോൾ, പ്രമാണിയായ ഒരാൾ യേശുവിനോട് വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. യേശു അവനോട് കൽപ്പനകൾ പാലിക്കുവാൻ പറയുമ്പോൾ അവൻ പറയുന്നു, കൽപ്പനകളൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്. അവനോട് യേശു പറയുന്നു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പക്ഷേ ധനവാനായതുകൊണ്ട് അത് ചെയ്യാൻ മടിച്ച് അവൻ വിഷണ്ണനായി പോകുന്നതായിട്ട് ബൈബിൾ പറയുന്നു. കുറവുകളെ ഉണർത്തുന്നതാകണം ഇന്നത്തെ സാക്ഷ്യങ്ങൾ. നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ നാം പറയണം, പക്ഷേ ഒപ്പം ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ, നമുക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, നമ്മുടെ കുറവുകൾ എല്ലാം ഉണർത്തുന്ന തരത്തിലുള്ള സാക്ഷ്യം നാം പറയണം. പക്ഷേ സഭ ഇന്ന് എല്ലാം പെരുപ്പിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. സമൃദ്ധിയുടെ ഒരു സുവിശേഷം, സമൃദ്ധിയുടെ ഒരു സാക്ഷ്യം കേൾക്കുവാനാണ് ഇന്ന് പലരും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ കുറവുകളെ ഉണരുന്ന, നമ്മുടെ ഇല്ലായ്മയെ മനസ്സിലാക്കുന്ന സാക്ഷ്യങ്ങൾ കൂടെ വേണം. രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം സാക്ഷ്യം. സാക്ഷികൾ ഉണ്ടായാൽ മാത്രമേ സാക്ഷ്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. നല്ലൊരു പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ഒരു ആത്മീയ ജീവിതമുണ്ടെങ്കിലേ നമുക്ക് സാക്ഷികളാകുവാനായിട്ട് കഴിയുകയുള്ളൂ.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സാക്ഷ്യം പറയുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ നിർബന്ധിച്ച് എന്നെ അതിലോട്ട് വിട്ടപ്പോൾ എന്താണ് പറയേണ്ടത്, എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊരു ഒരു അനുഗ്രഹമില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും എന്നെ കരുതിയ ദൈവത്തിന് നന്ദി എന്നൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എൻ്റെ സാക്ഷ്യ ജീവിതം ഞാൻ ആരംഭിച്ചത്. നമ്മുടെ സാക്ഷ്യങ്ങൾ അത് മറ്റുള്ളവരുടെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സഭയുടെ ഉന്നമനത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതാകണം. എളിയവരെ കരുതുന്നതാകണം. നമ്മുടെ കുറവുകളെ ഉണർത്തുന്നതാകണം. ശമര്യക്കാരനോട് യേശു പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങളോട് ഞാനും അത് തന്നെ പറയുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സഭയുടെ സാക്ഷ്യം. നമ്മുടെ ആരാധനകളിൽ സാക്ഷ്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു സാക്ഷ്യ ജീവിതം നയിപ്പാൻ ഇന്നത്തെ സഭകൾക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അവനെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബിനു അലക്സ്. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. വേഗം വരുന്നതിനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ക്രൗൺ 2023യോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയമായിട്ടുള്ള ആധുനിക ക്രൈസ്തവ സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ആരാധനയിലുള്ള സാക്ഷ്യത്തിൻ്റെ പങ്ക് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതം കഴിഞ്ഞ ശേഷം, തൻ്റെ മരണം കഴിഞ്ഞു, പുനരുത്ഥാനം കഴിഞ്ഞ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നമ്മുടെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക എന്നുള്ളത്. സഭയുടെ ആവിർഭാവം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ്. സഭയുടെ നടത്തിപ്പുകാരനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി സഭായുഗം ഈ ഭൂമിയിൽ ആരംഭിച്ചു. നമുക്കറിയാം, പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ആദിമ സഭകളൊക്കെ കൂടിയിരുന്നത് ഭവനങ്ങളിലായിരുന്നു. അവർ ഉല്ലാസഹൃദയത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും ആരാധിച്ചും സാക്ഷ്യം പറഞ്ഞുമൊക്കെ പോകുന്നു. എന്നാൽ ഈ സഭയ്ക്ക് 2 മുഖങ്ങളാണുള്ളത്. ഒന്ന് സാർവത്രികം അല്ലെങ്കിൽ ആഗോള സഭ, അത് അദൃശ്യ സഭയാണ്. അദൃശ്യ സഭയിലേക്ക് ആളുകളെ ചേർക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ആ അദൃശ്യ സഭയുടെ ദൃശ്യമായ രൂപമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പ്രാദേശിക സഭകളിൽ അംഗമാണ്. ആ സഭയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ആരാധന, പ്രാർത്ഥന, സാക്ഷ്യം, സുവിശേഷീകരണം, സാമൂഹിക പ്രവർത്തനം, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. നമ്മൾ എത്ര പേര് കർത്താവിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹമുള്ളവരാണ്? ഞാൻ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് മാതാ അമൃതാനന്ദമയിൽ ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് ക്യാൻസർ രോഗി, അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടി എൻ്റെ ബ്ലഡ് O നെഗറ്റീവായിട്ട് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ആ ബ്ലഡ് കൊടുത്ത ശേഷം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി പ്രാർത്ഥിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. ബ്ലഡ് ക്യാൻസർ രോഗി, ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുകയാണ്, പക്ഷേ കർത്താവ് സൗഖ്യം കൊടുത്തു. അദ്ദേഹം തിരുവല്ലയിൽ ഞങ്ങളുടെ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം അനേകം പേരെ പ്രചോദിപ്പിച്ചു. നമുക്ക് ദൈവം തരുന്ന സൗഖ്യങ്ങൾ, നന്മകൾ, ഇത് നാം ലോകത്തോട് പറയുമ്പോഴാണ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നത്. അതുകൊണ്ട് എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. ആദിമ സഭകളിലൊക്കെ സാക്ഷ്യത്തിൽ അവർ യേശുവിനെ പറയുന്നതിൽ വളരെ ഉത്സാഹം ഉള്ളവരായിരുന്നു. എന്നാൽ ആധുനിക സഭയിലേക്ക് വന്നപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ നേട്ടങ്ങൾ പ്രഘോഷിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാതെ നമുക്ക് ലഭിച്ച നന്മകൾ മാത്രം ഘോഷിക്കുന്ന ഒരു സാക്ഷ്യ ജീവിതമായിട്ട് മാറിയിരിക്കുക. ഇന്ന് പല സഭകളിലും എല്ലാവർക്കും സാക്ഷ്യം പറയാൻ അവസരം ലഭിക്കുന്നത് പോലുമില്ല. അത് ദുഃഖകരമായ സത്യമാണ്. കാര്യം കർത്താവ് നമ്മുടെ ഓരോ ദിവസവും നമ്മളെ കാത്തു പരിപാലിക്കുന്ന കാര്യം ദൈവത്തിന് നന്ദി കരയറ്റണം. അത് ദൈവത്തിന് അത് ദൈവരാജ്യത്തിന് കെട്ടുപണിയായി തീരണം, അതൊരു നന്മയായി തീരണം. എന്നാൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, സഭയിൽ കൂടുതലും
അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തമുണ്ട്. ആ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നതാണ്. നമ്മൾ എത്ര പേര് ആ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷിയായിത്തീരുന്നു. നമുക്കറിയാം ടൈറ്റാനിക് എന്ന ആ വലിയ കപ്പൽ അതിൻ്റെ കന്നി യാത്രയിൽ തന്നെ 1000 ചില്ലുവാനം പേരെ വഹിച്ചുകൊണ്ട് പോയ 1912 നടന്ന ആ സംഭവം. അവിടെ അവസാനം എല്ലാവരും മരണത്തോട് മല്ലടിക്കുകയാണ്. ആ വെള്ളത്തിൽ താണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ ഹാർപ്പർ എന്നൊരു വ്യക്തി തൻ്റെ നിമിഷങ്ങൾ എണ്ണി തൻ്റെ ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾക്ക് കൊടുത്ത് പറഞ്ഞു, വിളിച്ചു പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അവസാനം ഒരു ഹെൻറി കാവൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവസാന കൺവേർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം വന്ന് അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അവസാന നിമിഷം വരെയും യേശുവിന് വേണ്ടി നിന്ന ഒരു സാക്ഷിയായിരുന്നു ജോൺ ഹാർപ്പർ. ഹല്ലേലൂയ. അതുപോലെ നമുക്കും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? സഭയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അല്ല പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭ അതിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാന നിമിഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകം പേരെ യേശുവിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നാളുകൾ നമ്മൾ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നവരായിത്തീരണം. ഈ ഒരു ശുശ്രൂഷയും വേർഡ് ടു വേർഡ് മിനിസ്ട്രിയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉള്ളത് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമുക്ക് സമയം ചുരുക്കമാണ്. നമുക്കിനിയും അധികം ഓടുവാനില്ല. നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ജീവിതം നയിക്കുവാൻ കർത്താവ് കൃപരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Next is Renciar John. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ബഹുമാനപ്പെട്ട സാർ, വേദിയിലായിരിക്കുന്ന ജഡ്ജസ്, മറ്റെല്ലാ നല്ല സ്നേഹിതരെയോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആധുനിക സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അതായത് നമ്മുടെ എല്ലാവരോടുമുള്ളൊരു ആഹ്വാനമാണ് സാക്ഷികളാകുക എന്നുള്ളത്. യോഹന്നാൻ 3:14 പറയുന്നു, ഞാൻ അറിഞ്ഞത് പ്രസ്താവിക്കുന്നു, ഞാൻ കേട്ടത് സാക്ഷീകരിക്കുന്നു. അതായത് നാം എന്താണോ അറിഞ്ഞത്, നാം എന്താണോ അനുഭവിച്ചത്, നാം എന്താണോ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, എന്താണോ കേട്ടത്, അതാണ് മറ്റുള്ളവരോട് പ്രസ്താവിക്കേണ്ടത്. അപ്പോഴാണ് അത് സാക്ഷ്യമായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ, അത് മറ്റുള്ളവരോട് അറിയിക്കുന്ന ശുശ്രൂഷയാണ് ഈ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. യോഹന്നാൻ താഴോട്ടുള്ള ഭാഗങ്ങൾ 5-ാം അധ്യായം തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു യോഹന്നാനാൽ സ്നാനപ്പെടുവാനായി യോർദാൻ ആറ്റിലേക്ക് കടന്നു വരുന്നതായി കാണാം. ആ സമയത്ത് യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് അവന് ഗ്രഹിച്ചത് എങ്ങനെയാണ്? യോശു ദൈവപുത്രനാണെന്ന് അതിലൂടെ അവൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കർത്താവ് സ്നാനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ ദൈവം അരുളിപ്രകാരം യോഹന്നാൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ പ്രത്യക്ഷനായി. ആരുടെ മേൽ അങ്ങനെ പ്രത്യക്ഷനാകുന്നു അവൻ ദൈവപുത്രനാണെന്നുള്ളത് അവൻ ഗ്രഹിച്ചു. അങ്ങനെ സ്നാനം കഴിഞ്ഞ് യേശു യോർദാനിൽ നിന്ന് കയറിയപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ കടന്നു വരുന്നത് താൻ ദർശിക്കുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് കേട്ടവൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു. പിറ്റേന്നാൾ അതുപോലെ യേശു ആ വഴിയായി കടന്നുപോയപ്പോൾ യോഹന്നാൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞ മാത്രയിൽ ആ സാക്ഷി കേട്ട യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ പിൻഗമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ യേശുവിനെക്കുറിച്ച് എന്താണ് യോഹന്നാൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തത്, അത് പ്രസ്താവിച്ചപ്പോഴാണ് 2 ശിഷ്യന്മാർ യേശുവിനെ പിൻഗമിക്കുവാനായിട്ട് പോയതായി കാണുവാൻ കഴിയുന്നു. അതുപോലെ യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം,
യേശുവിനെക്കുറിച്ച് യേശു താൻ സാക്ഷ്യം പറയുന്നു. യേശുവിനെക്കുറിച്ച് പിതാവും സാക്ഷ്യം പറയുന്നു. യേശുവിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പിന്നീട് സാക്ഷ്യം പറയുന്നു. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ അതിൻ്റെ 15-ാം അധ്യായം 17-ാം വാക്യം എത്തിയപ്പോൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ കൂടെ ആയിരുന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ അറിയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവിൻ. എന്നിട്ട് യേശു പറയുന്നു, 15-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും, അപ്പോൾ അവൻ എന്നെക്കുറിച്ച് അധികം സാക്ഷ്യം പറയും. എന്താണ് കർത്താവിൻ്റെ സാക്ഷ്യം എന്നുള്ളത് നമുക്ക് അതിന് താഴോട്ട് വരുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 1 യോഹന്നാനിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം നിത്യജീവനെ തന്നിരിക്കുന്നു, അത് അവൻ്റെ പുത്രനായ ക്രിസ്തുവിലാകുന്നു. എന്താണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ദൈവം തന്നെ നിത്യജീവനെ നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു എന്നതാണ് ആ സാക്ഷ്യം. ആ നിത്യജീവനെ നൽകി തന്നിരിക്കുന്നു, ആ രക്ഷ നമുക്ക് ലഭിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് മറ്റുള്ളവരോട് പ്രസ്താവിക്കുന്നതാണ് സാക്ഷ്യം. ഈ സാക്ഷ്യം പൗലോസ് തൻ്റെ ജീവിതത്തിൽ അധികം അവൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അത് അധികം നന്നായി ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേക സഭകളിൽ കടന്നു ചെന്ന് ആ സാക്ഷ്യം പ്രസ്താവിച്ച് പലരെയും തൻ്റെ അനുഭവത്തിലുള്ള സാക്ഷ്യങ്ങളും പ്രസ്താവിച്ച് പലരെയും ഉറപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഇതാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ സാക്ഷ്യം നമുക്ക് എങ്ങനെ പറയാം? പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 3 സ്റ്റേജുകളാണ്. 1, നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു. 2, നാം ക്രിസ്തുവിനെ അറിയാനിടയായ സാഹചര്യം എന്ത്. 3, എങ്ങനെ ക്രിസ്തു നമുക്ക് മാറ്റം വരുത്തി. ഒന്നാമതേ, നാം ക്രിസ്തുവിനെ അറിയാതെ കഴിഞ്ഞിരുന്ന നാളുകൾ നാം അനുഭവിച്ച പ്രയാസങ്ങൾ, നാം കടന്നുപോയ ജീവിത രീതികൾ, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവാം. ഇത് മൂലമായിരിക്കും പലരും വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. അത് നമുക്ക് ആദ്യം പറയാം. രണ്ടാമത് പറയണം, യേശു എന്നെ എങ്ങനെ സ്വാധീനിച്ചു, എങ്ങനെ യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൈക്കൊണ്ടു. മൂന്നാമത് പറയും, ഈ യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൈക്കൊണ്ടപ്പോൾ എനിക്ക് വന്ന മാറ്റം, എൻ്റെ രോഗത്തിന് വന്ന സൗഖ്യം, എനിക്ക് വന്ന അനുഭവം എന്ത് എന്ന് പറയുന്നതിലൂടെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ ഈ യേശുവിലേക്ക് ആനയിക്കുവാൻ, ഒരാത്മാവിനെ കൂടെ നേടുവാൻ നമുക്ക് കഴിയും. ഇതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെ സഭയിൽ നമുക്ക് ഈ സാക്ഷ്യത്തെ നമുക്ക് മറ്റുള്ളവരോട് പ്രസ്താവിച്ച് സഭയുടെ ആത്മീക വർധനയ്ക്ക് കാരണമാക്കി തീർക്കാം? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1, നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു എന്ന് പ്രസ്താവിക്കുക. 2, നാം കർത്താവിന് എന്ത് ചെയ്തു എന്ന് പ്രസ്താവിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ഒരുപാട് സാക്ഷ്യത്തിനുള്ള ഒരുപാട് സമയങ്ങളുണ്ടെങ്കിലും അതിൽ കൂടുതലും പറയപ്പെടുന്ന 2 കാര്യങ്ങൾ. 1, ദൈവം എനിക്ക് അത് തന്നു, നന്മകൾ തന്നു, എൻ്റെ ദൈവം അനുഗ്രഹിച്ചു, എന്നെ വർദ്ധിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞ് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. രണ്ടാമത് പറയുന്നത് കൂടുതലും പ്രെയർ റിക്വസ്റ്റുകളാണ്. എന്നാൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നും കഴിഞ്ഞൊരാഴ്ചക്കാലം ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നും പറയാൻ പലപ്പോഴും സാധിക്കാറില്ല. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ സഭകളിലൊക്കെ ഞാനൊക്കെ ഒരുപാട് മല ഏരിയകൾ താമസിച്ചിരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ ആലയത്തിലേക്ക് പോകുമ്പോൾ തലേന്ന് രാത്രിയെ ചൂട്ടും കെട്ടി അമ്മച്ചിമാർ പോകും. എന്നിട്ട് ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞ ഒരാഴ്ച അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയും. കാരണം ആ കഴിഞ്ഞ ഒരാഴ്ച അവരെ സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അയൽവാസികളൊക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ വിഷയങ്ങൾക്ക് വിടുതൽ പ്രാപിക്കും. ഈ വിഷയങ്ങളെക്കുറിച്ച് സഭയിൽ പ്രസ്താവിക്കുമ്പോൾ സഭയിൽ ഭയങ്കര അനുഗ്രഹമാണ്. അവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങളടക്കം വലിയവർക്ക് ഇതൊരു പ്രചോദനമായി തീരാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം പ്രസ്താവിപ്പാൻ പലപ്പോഴും കഴിയാറില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, അത്ഭുതങ്ങൾ, ഇത് മറ്റുള്ളവരോട് പ്രസ്താവിക്കുമ്പോൾ അത് അനേകർക്ക് പ്രചോദനമായി തീരുവാനായിട്ടിടയായിത്തീരും. മാത്രമല്ല, നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു, അതായത് കർത്താവിന് വേണ്ടി ഒരാളെ നേടുവാൻ കഴിഞ്ഞു, കർത്താവിന് വേണ്ടി ഒരാളെ സഹായിപ്പാൻ കഴിഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞോ എന്നുള്ളത് പ്രസ്താവിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സാക്ഷ്യം പൂർണ്ണമായി തീരുന്നത്. അങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ സഭകളിൽ നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സഹവിശ്വാസികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു പ്രചോദനമായി തീരും. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സാക്ഷ്യം, അതുപോലെ തന്നെ എൻ്റെ സഭകളിലെ മറ്റുള്ളവരുടെ സാക്ഷ്യം എനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനും ഇതുവരെ എന്നെ ദൈവം സഹായിച്ചു. ക്രിസ്തു വിശ്വാസികളായ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ സാക്ഷ്യം കൊണ്ടും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, നിങ്ങളുടെ സാക്ഷികളിൽ ദൈവം ഒരുക്കിയ നന്മകളും അനുഗ്രഹങ്ങളും മാത്രമല്ല നിങ്ങളുടെ അനുഭവങ്ങളും പറയുവാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും പ്രചോദനമായി തീരുവാൻ ദൈവം സഹായിക്കും. അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വോയിസ് ഓഫ് ടൈംസ് റൗണ്ട് എന്ന പ്രസംഗ മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ തലത്തിൽ നിന്നുകൊണ്ടാണ്
നമ്മുടെ 3 മത്സരാർത്ഥികളും പ്രസംഗിച്ചത്. അതിൽ ടൈം കീപ്പ് ചെയ്തത് ജീന RG മാത്രമാണ്. പാസ്റ്റർ ബെനു അലക്സ് 100 ടൈമിംഗ് ആയിരുന്നു, 5.24, 5 minutes and 24 seconds. റിൻസി ആർ ജോൺ ഓവർ ടൈം 7 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റ് കൂടെ കൂടുതലെടുത്തു. റൈറ്റ്, സച്ച് ഓവർ ടൈം. അപ്പോൾ ഈ പരിസ്ഥിതിയിൽ എല്ലാവരും നിങ്ങളുടേതായ തലങ്ങളിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് ഉള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെയൊക്കെയും നാം മറന്നു പോകുന്നൊരു കാര്യം, ഒരു അനുഭവ സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യത്തെ നേടുന്നത്. അപ്പോൾ ആ അനുഭവ സാക്ഷ്യത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നോ, അനുഭവ സാക്ഷ്യങ്ങളുടെ എന്തെല്ലാം നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളൊരു ഭാഗം നിങ്ങൾ പറഞ്ഞില്ല. കാരണം ഒരാളൊരു അനുഭവം പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് മറ്റൊരാളോട് യേശുവിനെ അന്വേഷിക്കുന്നത്. ഒരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ തിയോറിറ്റിക്കലായിട്ട് പല കാര്യങ്ങൾ പറയുമെങ്കിലും ഏറ്റവും പരമോന്നതമായ കാര്യം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മറ്റുള്ളവർക്ക് യേശുവിനെ കാണാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം. ജീന RGക്ക് 5.5 മാർക്ക് ലഭിക്കുന്നു, 5.5 മാർക്സ്. പാസ്റ്റർ ബിനു അലക്സിന് 4 മാർക്ക്. ദാറ്റ്സ് ബിക്കോസ് യു അണ്ടർ ടൈം, 5.24 മിനിറ്റ്സ്. റിൻസി ആർ ജോൺ 4 മാർക്ക്. ഇതോടുകൂടി നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്ലീസ് ഗിവ് മി ദ ഫൈനൽ സ്കോർ. ഈ എപ്പിസോഡിൻ്റെ ജേതാക്കളെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അനൗൺസ് ചെയ്താട്ടെ. Pastor Binu Alex gets the first prize with 20 Pastor Binu marks. Alex gets the first prize. How many marks? 20 marks. 20 marks. Very good. Gina RG and Rinsi John gets the consolation prize. Only they get the Gina RG and Rinsi only consolation prizes. Right. സമ്മാനദാനമാണ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ദൈവവചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ കൊണ്ട് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.